ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പബ്ലിക് എക്സാമിന് സോഷ്യോളജി +2 പബ്ലിക് എക്സാമിന് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസിന്റെ ഏരിയ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ എസ്എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കറിയാം +2 സോഷ്യോളജി എന്ന് പറയുന്നത് കടലുപോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഏരിയകൾ ഉണ്ടാവാം. ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, എസ്എ പഠിക്കുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക പോയിന്റ്സ് ഒന്നും എഴുതണം എന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഏതൊക്കെ ഏരിയ ആണ് എസ്എ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ഏരിയകൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ അറിയാം, മിക്കവാറും ഏകദേശം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ഏരിയകളിൽ നിന്ന് തന്നെ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ ചില ഏരിയകൾ പ്രധാനമായിട്ട് വീണ്ടും വീണ്ടും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ചോദ്യങ്ങൾ ഇത് അതേപടി ചോദിക്കും എന്നുള്ളതല്ല, പക്ഷെ ആ ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ കാണുന്ന ചോദ്യത്തിന്റെ ആൻസർ മാത്രം പഠിച്ചു പോവുക എന്നതിലുപരിയായിട്ട് ആ ഏരിയ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഈ ചോദിക്കുന്ന ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അതും 8 മാർക്കിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഓരോ ഏരിയകളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും എസ്എ ടോപ്പിക് ആണെന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു നമ്മളുടെ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്എ ടോപ്പിക്കായിട്ട് മെയിൻ എസ്എ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ ആണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ആവർത്തിച്ച് കണ്ടൊരു ചോദ്യം കൂടിയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുമ്പ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി അഗ്രികൾച്ചർ മോഡേണൈസേഷൻ വിച്ച് ലെഡ് ടു ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ച കാർഷിക നവീകരണം എന്താണെന്നുള്ളത് വിശദീകരിക്കുക. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷന്റെ കോൺസിക്വൻസസ് കൊണ്ട് സോഷ്യൽ കോൺസിക്വൻസസ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഏരിയ തന്നെ എന്താണ്, എസ്എ ടോപ്പിക് അല്ലെങ്കിൽ ഷോർട്ട് എസ്എ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ആദ്യം തന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്നുള്ളത് പറയണം. ഈ പോയിന്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഫോർ അഗ്രികൾച്ചറൽ മോഡേണൈസേഷൻ. 1960കളിൽ ഉണ്ടായിട്ടുള്ള ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് 60-70 കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു ആശയത്തിലേക്ക് കടക്കാൻ. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ പഠിച്ചു വെക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇതിന്റെ ആദ്യ ഘട്ടം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിന്റെ പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത് സങ്കര ഇനം വിത്തുകൾ, അതുപോലെ കീടനാശിനികൾ, അതുപോലെ രാസവളങ്ങൾ, പിന്നെ പറയുന്ന പോലെ കുറെ കാർഷിക വായ്പകൾ അനുവദിക്കുക, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് കമ്പനികൾ വാങ്ങിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ്, എന്താണ് ഹരിത വിപ്ലവം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യത്തെ എ പാർട്ട് ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിന്റെ കോൺസിക്വൻസസ്, എന്തൊക്കെ സാമൂഹിക പ്രത്യാഘാതങ്ങളാണ് ഈ ഒരു ഹരിത വിപ്ലവം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത പാർട്ടിലെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കർഷകർക്ക് മാത്രമേ, ലാർജ് സ്കെയിൽ ഫാമേഴ്സിന് മാത്രമേ ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ഡയറക്റ്റ് ഉണ്ടായിട്ടുള്ളൂ. സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കർഷകർക്കിടയിൽ അസമത്വങ്ങൾ രൂപപ്പെട്ടു. പിന്നെ അവരെ സൂയിസൈഡിലേക്കൊക്കെ തള്ളിവിട്ടത് ഈ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്
എഴുതാനുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻകാല വർഷങ്ങളിലൊക്കെ എന്തുണ്ടായിരുന്നു, പബ്ലിക് എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ 8 മാർക്കിനാണ് ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിങ്ങനെ അല്ലാതെ 6 മാർക്കിനൊക്കെ ആയിട്ട് ഈ ഒരു പാർട്ട് മാത്രം 6 മാർക്കിനും മുമ്പൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കോൺസിക്വൻസസ് മാത്രമായിട്ടും എവിടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, നമുക്ക് പണ്ടൊക്കെ 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതും എസ് എ ലെവലിൽ തന്നെ അതിനെ പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, എസ് എ പ്രതീക്ഷിക്കാം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോമൺ പാറ്റേൺ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് ചില ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് പറയാം ഇത് മാത്രമേ എസ് എ ആയിട്ട് വരാറുള്ളൂ എന്നുള്ളത്. പക്ഷേ 8ാമത്തെ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ കോർണർ ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ എസ് എക്ക് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു ചാപ്റ്റർ ആണ് സത്യം പറഞ്ഞ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ തൊട്ട് മുമ്പത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇത് മാത്രമല്ല, ഇത് പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇതിന്റെ പാറ്റേണുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലൈവിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ് വിത്ത് എക്സാമ്പിൾസ്. അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചിപ്കോ മൂവ്മെന്റ് ഇൻ ദി എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. അതായത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് വ്യത്യസ്ത ടൈപ്പുകൾ, വ്യത്യസ്ത തരം, നോക്കിയോ, വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഏതൊക്കെയാണ് വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന് എഴുതാനല്ല. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ഏതൊക്കെയാണ് വ്യത്യസ്ത തരം, റിഡംപ്റ്റീവ് ഉണ്ട്, ട്രാൻസ്ഫോർമേറ്ററി ഉണ്ട്, റെവല്യൂഷണറി ഉണ്ട് കേട്ടോ. വിമോചനാത്മകം അല്ലെങ്കിൽ പരിവർത്തനാത്മകം, പരിഷ്കരണാത്മകം, വിപ്ലവാത്മകം. വിപ്ലവാത്മകത്തിനൊക്കെ ഉദാഹരണം എന്തായിരുന്നു, റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധ തരങ്ങൾ, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. അത് വിത്ത് എക്സാമ്പിൾ എഴുതാനായിരുന്നു. ഇനി ബി പാർട്ട് ആണ് നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലെ. ബി പാർട്ടിലെ ചോദ്യം എന്തായിരുന്നു, പാരിസ്ഥിതിക സുസ്ഥിരതയിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കാനാണ്. നമുക്കറിയാം അതൊരു പരിസ്ഥിതി പ്രസ്ഥാനമാണെന്നും അങ്ങനെ ഇത്തരത്തിൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഹിമാലയൻ കുന്നുകളിലാണ് അത് രൂപപ്പെട്ടത്. നമ്മൾ മരത്തെ കെട്ടിപ്പിടിച്ചിട്ടുള്ള, അവിടുത്തെ ജനങ്ങൾ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബി പാർട്ടിൽ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന വിവിധ തരം പ്രസ്ഥാനങ്ങളെ കുറിച്ചും പഠിക്കണം, അതിന്റെ ടൈപ്പ്, സോഷ്യൽ മൂവ്മെന്റിന്റെ ഡെഫിനിഷൻ പഠിക്കണം, അതിന്റെ ഇതൊക്കെ എന്താണ് ആ ചാപ്റ്ററിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയാറുണ്ട്, എസ് എക്ക് നമുക്ക് സാധ്യതയുണ്ട്. നമുക്ക് എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഒരു ഏരിയ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്സ്. ഇതൊക്കെ നമുക്ക് എന്താണ് വീണ്ടും ചോദ്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കാലം പറഞ്ഞതാണ്. ഏത് ഭേദഗതിയാണ്, 73ാം ഭേദഗതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കപ്പെട്ടത്. അപ്പൊ ഇതിന്റെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, നമുക്ക് നികുതി കളക്ട് ചെയ്യുന്നത്, ടോളുകൾ കളക്ട് ചെയ്യുന്നത്, ഇതൊക്കെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിനകത്ത് വരുന്നതാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം സാൻസ്ക്രിറ്റൈസേഷൻ ആണ്, സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നതാണ്. സംസ്കൃതവൽക്കരണം എന്താണെന്ന് നിർവചിക്കാനും അതിന്റെ വിമർശനങ്ങൾ എഴുതാനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് സംസ്കൃതവൽക്കരണത്തിന്റെ നിർവചനം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ വിമർശനങ്ങൾ ഏതൊക്കെയാണ്, സാമൂഹിക ചലനാത്മകതയെ പെരുപ്പിച്ച് കാണിക്കുക, എക്സാജറേറ്റ് സോഷ്യൽ മൊബിലിറ്റി, ലോവർ, അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു 6ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൗരസമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ പൗരസമൂഹവുമായി ബന്ധപ്പെട്ട, സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളായിട്ട് സിറ്റിസൺ ഫോറം, സ്വതന്ത്ര യുവജന പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളായിട്ട്, പൗരസമൂഹത്തിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. അതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് അത് ലാഭം നോക്കിയിട്ടൊന്നും പ്രവർത്തിക്കുന്നതല്ല, കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് പൗരസമൂഹങ്ങൾ എന്നുള്ള രീതിയിൽ അതിന്
നമുക്ക് ഉത്തരം നൽകാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രഗിൾസ് ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് സ്ട്രഗിൾസ്, സ്ത്രീകളുടെ സമത്വത്തിനും വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള തരത്തിലുള്ള ഒരുപാട് റീഫോർമേഷൻ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ 5th ചാപ്റ്ററിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് MG റാനഡയുടെ വിഡോ റീമാരേജ് ആക്ടും ആന്റി സതി മൂവ്മെന്റും കറാച്ചി സെഷനും ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഏരിയയും നിങ്ങൾ എസ്സേക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യന്റെ ഏരിയ ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യന്റെ ഏരിയകളാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ എസ്സേക്ക് വേണ്ടി തന്നെ പഠിച്ചു പോകണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഈ പ്രാവശ്യവും നിങ്ങൾ നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബാക്കി കൂടുതൽ എസ്സേ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. താങ്ക്